ഹലോ ഗായ്സ്, അങ്ങനെ റമദാൻ 6 കഴിഞ്ഞല്ലേ. ഇത്ര പെട്ടെന്നാണ് 6 നോമ്പൊക്കെ കഴിഞ്ഞത്. അതിന് ഞാനിതാ എൻ്റെ ഡ്യൂട്ടിയിലേക്ക് ഇറങ്ങിയിട്ടുണ്ട്. ഏകദേശം ഒരു 2:30 2:45 കേട്ടോ ഒന്ന് ഇറങ്ങുമ്പം, അല്ലെങ്കിൽ കുറച്ചുകൂടി നേരത്തെ ഇറങ്ങുന്നതാണ്. അതിന് ഇതാ പത്തിരി പരത്തി ചുടുന്നുണ്ട്. അതിൻ്റെ ഉള്ളിൽ കൂടി കോഴിമുട്ട കറി വെക്കാൻ വിചാരിച്ചു. ചിക്കൻ ഉണ്ട് കേട്ടോ, പക്ഷേ ഒന്ന് മാറ്റി പിടിക്കാം. ദിവസം ചിക്കനായാൽ നടക്കില്ലല്ലോ. അപ്പം പത്തിരിലേക്ക് നല്ല കോമ്പിനേഷനാണല്ലോ കോഴിമുട്ട കറി. അപ്പം അങ്ങനെ വെക്കാൻ വിചാരിച്ചു. അങ്ങനെ കറി അവിടെ റെഡിയാക്കി. അപ്പം ഞാനിതുവരെ തരി വെച്ചിട്ടില്ല, ഉണ്ടാക്കിയിട്ടില്ല. മക്കൾക്ക് ഇഷ്ടമാണ്, എന്നാലും ജ്യൂസും ചായയും ഒക്കെ ഉണ്ടാകുമ്പോൾ അങ്ങനെ ഉണ്ടാക്കിയില്ല. അപ്പം ഇന്ന് കുറച്ച് തരി കാച്ചാൻ വിചാരിച്ചു. തേങ്ങാപ്പാലിലാണ് കാച്ചൽ, ബട്ട് ഞാൻ പാലിൽ കാച്ചാൽ എളുപ്പം പരിപാടി ചെയ്യല്ലോ. അങ്ങനെ തരി കാച്ചി അത് വറവിടലില്ല. അണ്ടി കണ്ടപ്പോൾ ജസ്റ്റ് ഒന്ന് ഇടാൻ വിചാരിച്ചു. ഞാൻ കോഴിമുട്ട പുഴുങ്ങാൻ വെച്ചിട്ടുണ്ടായിരുന്നു ആദ്യം. അപ്പം അത് നല്ല പോലെ ഉടച്ചെടുത്ത് അതിലേക്ക് ഉള്ളിയും മല്ലിയൊക്കെ ഇട്ട് നല്ല മിക്സാക്കി വെച്ചിട്ടുണ്ട്. അതിൻ്റെ ഇടയിൽ വെള്ളം കലക്കി വെക്കുന്നുണ്ട് കേട്ടോ. പിന്നെ മയോണൈസ് ഉണ്ടാക്കി ഒഴിച്ചു, ചായ വെച്ചു. അത് സെറ്റാക്കി വെച്ചതിന് ശേഷം ഏകദേശം ഒരു 6 മണി ആയപ്പോഴാണ് ഞാൻ സാൻഡ്വിച്ച് ഉണ്ടാക്കാൻ റെഡി ആയത്. അപ്പം ബ്രെഡും എഗ്ഗ് കൂടി വെച്ചിട്ട് നല്ല രസമാണ് കേട്ടോ. ഈ ഓയിലില്ലാത്ത ഫുഡൊക്കെ കഴിക്കുന്നവർക്കൊക്കെ നല്ലതാണ്. ബട്ടറിൽ ഇതാക്കി എടുക്കാനൊക്കെ നല്ല ടേസ്റ്റുമാണ് കേട്ടോ കഴിക്കാൻ. ഇവിടെ മക്കൾക്കും കകൊക്കെ ഇഷ്ടമാണ്. അപ്പം ഞാൻ അങ്ങനെ വെക്കാൻ വിചാരിച്ചു. അങ്ങനെ നോമ്പ് റമദാൻ 6 തുറന്നു. ഓക്കെ.